എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നമ്മുടെ മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളുടെ ഓരോ ലൈക്ക് സപ്പോർട്ടുമാണ് നമുക്ക് പ്രചോദനമായിട്ട് വന്നുകൊണ്ടിരിക്കണേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. അവസാനം ചന്ദ്രമതി തന്റെ കാതയിലൊക്കെ കിടന്ന ആഭരണങ്ങളൊക്കെ ഒരു സച്ചിയുടെ കൊടുത്തിട്ട് വിൽക്കുകയോ പണയം വെക്കുകയോ എന്ത് വെള്ളം ചെയ്താളാനൊക്കെ പറയണം. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി ഒരു നിമിഷം ഞെട്ടിപ്പോയി. അവരൊരിക്കലും ചന്ദ്രമതിയിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം പ്രതീക്ഷയല്ല. ചന്ദ്രമതി പറഞ്ഞു, ഇതൊക്കെ ഞാൻ അണിഞ്ഞുകൊണ്ട് കടന്നിട്ട് കാര്യമില്ലോ, ഇതിപ്പോ കൊണ്ട് എന്ത് വെള്ളം ചെയ്തോളാൻ പറയണം. പിന്നീട് സച്ചിയുടെയിലേക്ക് കൊടുക്കുക. അങ്ങനെ സച്ചി അതുമായിട്ട് അങ്ങോട്ട് പോവാണ്. ഇത് കൊണ്ടുപോയി പണയം വെക്കുകയോ വിൽക്കുകയോ എന്തെങ്കിലും ചെയ്യണം. അങ്ങനെ അതുമായിട്ട് അങ്ങോട്ട് പോവാണ്. അങ്ങനെ സച്ചി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനുമാണ് ഇങ്ങോട്ടേക്ക് രേവതി വരുന്നത്. രേവതി വന്ന് നോക്കിയപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്. അച്ഛനൊന്നും തനിക്ക് കാണാൻ പറ്റില്ല. തന്റെ കയ്യിലുള്ള ഈ ചരട് അച്ഛന്റെ കയ്യിലൊന്നും കൊണ്ട് കെട്ടണം. പക്ഷെ ഈ സമയത്ത് തനിക്ക് അങ്ങോട്ട് കയറി ചെല്ലാനായിട്ട് പറ്റില്ല. അങ്ങനെ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ തന്നെ അവിടെ നിന്ന് അടിച്ചിറക്കത്തുള്ളൂ. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ രേവതി അവിടെ പമ്മി നിൽക്കുകയാണ്. ആ സമയം ശ്രീകാന്ത് അങ്ങോട്ട് ഓടി വരുന്നേ. ശ്രീകാന്ത് ഓടി ചന്ദ്രമതി അടുത്തേക്ക് വരുവാണ്. അപ്പൊ ചന്ദ്രമതിയോട് ഇരിക്കുകയായിരുന്നു. അമ്മേ എന്ത് പറ്റിയമ്മേ അച്ഛന് എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാം. ഓഹോ നീ വന്നോ ഇങ്ങോട്ട്, എല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് ഇപ്പൊ നീ അന്വേഷിച്ച് വന്നിരിക്കുന്നോടാന്ന് ചോദിക്കുക. അമ്മ ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ഒരു തെറ്റും ചെയ്തിട്ടില്ലേ, നീ എല്ലാത്തിനും കാരണം. നീയും അവളും കൂടെ ഉണ്ടല്ലോ രേവതി. നിങ്ങൾ രണ്ടുപേരും കൂടെ ചെയ്ത പ്രവൃത്തിയാ. ഇപ്പൊ കണ്ടില്ലേ അച്ഛൻ കിടക്കുന്ന കിടപ്പ് കണ്ടില്ലേ എന്ന് ചോദിക്കാം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ശ്രീകാന്ത് പറഞ്ഞു, അമ്മ ഇങ്ങനെയൊന്നും പറയില്ല. പിന്നെ ഞാൻ എങ്ങനെ പറയണമെന്ന് നീ പറയണേ. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എത്രയും പെട്ടെന്ന് തന്നെ പൊക്കു വിടുന്നു. അമ്മ എനിക്ക് അച്ഛനെ കാണണം. നീ ഒരു അച്ഛനെയും കാണുന്നില്ല ആരെയും കാണുന്നില്ലെന്ന് പറയണ. ശ്രുതി വന്നിട്ട് പറഞ്ഞു, എന്നാലും ഇത്രയ്ക്ക് വേണ്ടായിരുന്നു കേട്ടോ ശ്രീകാന്തെ. ഞങ്ങളത് ശ്രീകാന്തിനൊന്നും ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അച്ഛനും ശ്രീകാന്തിന് അത്രയ്ക്ക് കാര്യമായിരുന്നു. എന്നിട്ടല്ലേ ഇതുപോലത്തെ ഒരു പരിപാടി കാണിച്ചെന്ന് ചോദിക്കുക. ഇപ്പൊ കണ്ടില്ലേ എല്ലാം കൂടെ അവസാനം അച്ഛനെ ഈ ഹോസ്പിറ്റലാക്കിയില്ലേന്ന് ചോദിക്കുക. ശ്രുതി വന്നിട്ട് പറഞ്ഞു, എടാ നീ എന്തിനാ ഇങ്ങോട്ട് വന്നേ, പോവാൻ നോക്കാൻ പറയണ. ശ്രുതിയേട്ടാ ഞാൻ അച്ഛനെ ഒന്ന് കണ്ടിട്ട്. ഏതച്ഛൻ? നിനക്ക് അച്ഛനൊരു ബോധം ഉണ്ടായിരുന്നു, നീ ഇങ്ങനെ പോകുമായിരുന്നോ? അത് പോയതും പോരാ, നീ എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്. അച്ഛനെ ലോക്കപ്പിലായി, എല്ലാം സഹിക്ക് വയ്യാതെ അച്ഛൻ ഇങ്ങനത്തെ അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് തന്നെ ശ്രീകാന്ത് പറഞ്ഞു, സുധിയേട്ടൻ ഞാൻ ഒരു തവണയൊന്ന് കണ്ടു പോകുന്നുള്ളൂ, നീ ഒരു തവണയും കാണണ്ട. സച്ചി എങ്ങാനും വന്നിട്ടുണ്ടെങ്കിൽ ഇതുപോലൊന്നും ആയിരിക്കില്ല നിന്നോട് പെരുമാറുന്നേ. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ പോകാൻ നോക്കാൻ പറയാണ്. ഇതെല്ലാം കേട്ടോണ്ട് രേവതി അവിടെ മാറി നിൽക്കുന്നുണ്ടായിരുന്നു. രേവതിക്കും എന്ത് ചെയ്യണം നടത്തില്ല. പിന്നീട് ശ്രീകാന്ത് പറഞ്ഞു, അല്ല ഞാൻ കണ്ടിട്ടേ പോകുന്നുള്ളെന്ന് പറയണം. എന്നാ കണ്ടിട്ടില്ല, മിക്കവാറും നീ ഇന്ന് കൊണ്ടിട്ട് പോകുന്നു പറയണം. എന്റെ സ്വഭാവം ആയിരിക്കില്ല സച്ചിക്ക്. സച്ചി വന്നിട്ടാണ് നിന്നെ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളുകയും ചെയ്യും, മിക്കവാറും നീ കൊള്ളുകയും ചെയ്യുമെന്ന് പറയാം. തല്ലിയാലും കുഴപ്പമില്ല, കൊന്നാലും കുഴപ്പമില്ല, ഞാൻ പോകുന്നില്ല എന്ന് പറയണം. ചന്ദ്രമതി പറഞ്ഞു, പറയുന്ന മര്യാദയ്ക്ക് അങ്ങോട്ട് അനുസരിച്ചാൽ മതി. അച്ഛന് സർജറി ചെയ്യാനുള്ള പണമൊക്കെ ആയിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ പണമൊക്കെ തരാമെന്ന് പറയണം. നിന്റെ പണവും വേണ്ട ഒന്നും വേണ്ട, നീ എത്രയും പെട്ടെന്ന് പോകാൻ നോക്കാൻ മതി എന്ന് പറയണം. എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ ശ്രീകാന്ത് നിൽക്കുകയാണ്. അപ്പോഴേക്കും ഉണങ്ങ് സച്ചി വരുന്നേ. സച്ചി കണ്ട് ശ്രീകാന്ത് നിൽക്കുന്നു. നീ എന്തിനാണ് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കുക. സച്ചിയേട്ടാ എനിക്ക് അച്ഛനെ കാണണം. ഏതച്ഛനേടാ? എടാ മറ്റവൻ ഒരാൾ ഓടിപ്പോയി. ആദ്യം കല്യാണ മണ്ഡപത്തിൽ നിന്ന് ഓടിപ്പോയി കഴിഞ്ഞപ്പോൾ പണം അടിച്ചു മാറ്റിക്കൊണ്ടാ പോയത്. അന്ന് പക്ഷെ അച്ഛനെ ലോക്കപ്പിൽ കയറ്റുമോ ഇങ്ങനെ ഒന്നും സംഭവിക്കുകയോ ചെയ്തില്ല, ഹോസ്പിറ്റലിൽ കയറ്റുമോ ഒന്നും ചെയ്തില്ല. പക്ഷെ നീ അതുപോലെ സ്ട്രോങ് അടി അച്ഛന് കൊടുത്തിരിക്കുന്ന. നീ കാരണം അച്ഛൻ ലോക്കപ്പിൽ കയറി. ഇപ്പോഴാണ്ടേ ഇങ്ങനെ ഐസിയുവിലും നീ ഒറ്റ ഒരുത്തം കാരണം അച്ഛനെ നെഞ്ചുവേന ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. എന്റെ കൺമുന്നിൽ പോലും കണ്ടേക്കല്, കടന്നു പോടാന്ന് പറയണം. ഇത് കേട്ടപ്പോൾ ശ്രീകാന്ത് സച്ചേട്ടൻ പറയുന്നൊന്നും കേട്ടിട്ട് ഒന്നും കേൾക്കാല്ല. ഇറങ്ങിപ്പോകാൻ പറഞ്ഞ് ഇറങ്ങിപ്പോയാൽ മതി എന്നും പറഞ്ഞ് കഴുത്തിന് പിടിച്ച് ഞങ്ങൾ വെളിയിലേക്ക് തള്ളാൻ വേണ്ടി തുടങ്ങണം. പെട്ടെന്ന് ശ്രീകാന്ത് പറഞ്ഞു, ഞാൻ പോകത്തില്ല, അത് എന്റെ അച്ഛനാ, ഞാൻ കണ്ടിട്ട് തന്നെ പോവുള്ളൂ. എന്നാ നീ കണ്ടിട്ടല്ല, നീ നല്ല മേടിക്കുന്നു പറയാം എൻ്റെ അടുത്തുനിന്ന്. രാവിലെ തന്നിട്ട് ബാക്കിയൊക്കെ ഞാൻ തരൂന്ന് പറയണം. ഇനി കൂടുതൽ വേണോ, വേണ്ടെങ്കിൽ പോകാന്നൊക്കെ പറയണം. അങ്ങനെ ഞാൻ പോകുന്നില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. അവസാനം മല്ല് പിടിച്ച് നിന്ന് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങോട്ടേക്ക് അശോകൻ വന്നിട്ട് പറഞ്ഞു, ശ്രീകാന്ത് ഇങ്ങോട്ട് വന്നേ, ഇപ്പൊ തൽക്കാലത്തേക്ക് ഇപ്പൊ അച്ഛൻ ഐസിയുലല്ലേ, ഇനിയിപ്പോൾ ഇവിടെ കിടന്ന് ഹോസ്പിറ്റലിൽ കിടന്ന് പ്രശ്നം ഉണ്ടാക്കണ്ട. ഇതൊരു ഹോസ്പിറ്റലല്ലേ, അതിന്റെ മര്യാദ നമ്മൾ കാണിക്കണ്ടേ. ഇപ്പൊ എന്താണെങ്കിലും എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കാം. ഇപ്പൊ ശ്രീകാന്ത് തൽക്കാലത്തേക്ക് പോകാൻ പറയണം. അങ്കിള് എന്റെ അച്ഛനാത്, എനിക്കറിയാൻ കാര്യങ്ങള്, ഇപ്പൊ തൽക്കാലത്തേക്ക് പോകാൻ നോക്കാൻ പറയണം. അങ്ങനെ ഒരു വിത്ത് ശ്രീകാന്തിനെ അങ്ങോട്ട് പറഞ്ഞു വിടുവാണ്. ശ്രീകാന്ത് അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും രവീന്ദ്രനെ സർജറി ചെയ്യാനായിട്ട് അങ്ങോട്ട് ഇറക്കിക്കൊണ്ട് വരുവാണ്. അങ്ങനെ സർജറി ചെയ്യാനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് വല്ലാത്ത ടെൻഷനാണ് എല്ലാവർക്കും. പിന്നീട് അങ്ങനെ രവീന്ദ്രനെ അങ്ങോട്ട് കയറ്റിക്കൊണ്ട് പോകാൻ പോകുന്ന സമയത്ത് രേവതി ആ സൈഡിൽ നിന്നിട്ട് ഒരു മാത്രമേ ഒന്ന് കണ്ടു. രവീന്ദ്രന്റെ മുഖം കണ്ടു. രേവതിക്ക് വല്ലാത്ത സങ്കടമായി പോയി. അച്ഛന്റെ മുഖം കണ്ട് സഹിച്ചില്ല. പാവ അച്ഛൻ താനും കൂടെ കാരണക്കാരിയാണല്ലോ ഇങ്ങനെ കിടക്കാന്നൊരു ചിന്ത ഉണ്ടാവണം. ആ സമയത്ത് സച്ചി അവിടെ നിന്ന് കരയുവേണം. അശോകൻ ചെന്നിട്ട് പറഞ്ഞു, ഒന്നും കുഴപ്പമുണ്ടാകത്തില്ല, ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല, ധൈര്യമായിട്ടിരിക്കുക, ഇനി ഒരു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയണം. ഇനിയിപ്പം സർജറി ചെയ്ത് കഴിഞ്ഞാൽ ഡോക്ടർ കുഴപ്പമൊന്നും ഉണ്ടാകത്തില്ലെന്നല്ല പറഞ്ഞെന്ന് പറയാം. പിന്നീട് സച്ചി പറഞ്ഞു,
അതെ, അത് ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ കുറച്ച് പണം അവിടെ ബില്ലിംഗ് സെക്ഷൻ അടയ്ക്കാനുണ്ട്, ഇതും കൂടെ അടച്ചിട്ട് വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ്. ഇതമ്മ രേവതിക്ക് അവിടെ നിൽക്കാനേ തോന്നില്ല. രേവതി നേരെ എന്ത് ചെയ്യണം, ക്ഷേത്രത്തിലേക്ക് പോവാ. കാരണം അച്ഛൻ്റെ അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കും, എൻ്റെ ഭഗവാനെ എൻ്റെ അച്ഛൻ്റെ ആപത്തും വരുത്തല്ലേ, എത്രയും പെട്ടെന്ന് തന്നെ അച്ഛന് സുഖമായിട്ട് വരണേ. ഒരു പക്ഷേങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു ജീവൻ തന്ന അച്ഛൻ തന്നെയാണ്. കാരണം ഒന്നുമില്ലാതെ എന്നെ കൈ പിടിച്ച് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നേ അദ്ദേഹത്തിന്റെ മാന്റെ ഭാര്യയാക്കിയത്. ആ നന്ദിയും കടപ്പാടും ഒക്കെ എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. എന്നോട് അന്നും ഒന്ന് സ്നേഹം മാത്രമേ ഉള്ളൂ. ആ സ്നേഹമുള്ള മനുഷ്യനോടാ ഞാൻ ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്തേ എന്നൊക്കെ രേവതി ഒരു കുറ്റസമ്മതം നടത്തുന്നുണ്ട് ഭഗവാന്റെ മുന്നിൽ നിന്നിട്ട്. ആ സമയം ഐസുവിന്റെ മുന്നിൽ ഇരുന്ന് ചന്ദ്രമതി പെട്ടെന്ന് ചാടി എഴുന്നേറ്റു. ചാടി എഴുന്നേറ്റ് അങ്ങ് നടന്നപ്പോഴത്തേനും ശ്രുതി വന്നിട്ട് അമ്മ ഇത് എങ്ങോട്ടാന്ന് ചോദിക്കുകയാണ്. അതെ, എനിക്ക് ക്ഷേത്രത്തിൽ വരെ പോണെന്ന് പറയാണ്. ക്ഷേത്രത്തിലാ, അന്ന് ഞാനും കൂടെ വരാന്ന് പറയണ. അങ്ങനെ ചന്ദ്രമതിയുടെ കൂടെ ശ്രുതിയും കൂടെ അങ്ങോട്ട് പോവാ. അങ്ങനെ അവർ രണ്ടുപേരും രേവതി പോയ ആ ക്ഷേത്രത്തിലേക്കാണ് വരുന്നത്. ക്ഷേത്രത്തിലേക്ക് വന്നു. അപ്പത്തേനും അങ്ങോട്ട് വന്നു കഴിയുമ്പത്തേനും പെട്ടെന്ന് രേവതി അത് കണ്ടു. അവർ കയറി വരുന്ന രേവതി അങ്ങോട്ട് മാറി നിൽക്കുക. ഇനിയിപ്പോൾ തന്നെ ഇവിടെ കണ്ടിട്ട് അത് അടുത്ത പ്രശ്നം ആക്കണ്ട. അങ്ങനെ അവിടെ തന്നെ അങ്ങോട്ട് മാറി നിന്നു. പിന്നീട് രണ്ടു കൈയും കൂപ്പി വന്ന് സർവ്വദൈവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഭഗവാനെ, എൻ്റെ രവിയേട്ടന് ഒരു ആപത്തും വരുത്തില്ല. കാരണം ഞാൻ രവിയേട്ടന് എത്ര സ്നേഹത്തിലാണ് കഴിഞ്ഞിരുന്ന ഭഗവാൻ നിനക്കറിയാം. കാര്യം പറഞ്ഞാൽ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും. പക്ഷേ രവിയേട്ടനെ എനിക്ക് ജീവനാ. അദ്ദേഹം ജീവിച്ച് നല്ലപോലെ ഇരിക്കുന്ന സമയത്ത് ഞാൻ ഒത്തിരി കുറ്റപ്പെടുത്തലുകളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷെ എനിക്കറിയാം അദ്ദേഹം എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുപോലെ തന്നെ തിരിച്ച് ഞാനും. ഇതേ എൻ്റെ ജീവൻ എടുത്താലും കുഴപ്പമില്ല, ഒരാപത്തിലും അദ്ദേഹത്തെ വരുത്തില്ലെന്നൊക്കെ പറഞ്ഞിട്ട് മനം ഉരുകി എന്ന് പ്രാർത്ഥിക്കുകയാണ് ചന്ദ്രമതി. എനിക്ക് എൻ്റെ രവിയേട്ടനെ വേണം. പിന്നീട് ശ്രുതിയോട് പറഞ്ഞു, അതെ അറിയാവോ രവിയേട്ടൻ എൻ്റെ എത്ര ഇഷ്ടമാണെന്നറിയാവോ. ഞാനാണെങ്കിൽ ഒരു ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ ഒരു പനിയാന്നൊക്കെ, എനിക്ക് ഒരു പനിയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രവിയേട്ടന് പിന്നെ ഉറക്കം കാണത്തില്ല. എന്തുമാത്രം ടെൻഷൻ ആയിരിക്കും എന്നറിയാവോ. ജോലിക്ക് പോണ സമയത്ത് ഒരു 10-20 പ്രാവശ്യങ്ങളും വിളിച്ചു ചോദിക്കും കുറവുണ്ടോ എന്നൊക്കെ. അത്രയ്ക്ക് എന്നോട് സ്നേഹമാണ്. അങ്ങനെയുള്ള മനുഷ്യനെ ഇപ്പം കണ്ടില്ലേ ഹോസ്പിറ്റലിൽ കിടക്കുന്നത്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്നൊക്കെ പറയണം. അമ്മ ഇങ്ങനെ ടെൻഷൻ അടിക്കാതിരിക്കാൻ പറയണം. വേണ്ട, എനിക്ക് കുറച്ച് സമയം ഇവിടെ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാം. അങ്ങനെ അവിടെ ഇരിക്കണം. ഈ സമയം രേവതി എന്ത് ചെയ്യണം, രേവതി നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം. ഒരുപക്ഷെ ഇവരിവിടെ ആണെങ്കിൽ ഹോസ്പിറ്റലിൽ ചെന്നാൽ അച്ഛനെ കാണാൻ പറ്റിയാലോ. അങ്ങനെ ഓർത്തോണ്ട് അങ്ങോട്ട് ചെല്ലുവാണ്. ആ സമയം സുധിയും അവരെ ഹോസ്പിറ്റലിന് ഐസിയുവിന് വെളിയിലിരിക്കുന്നുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും ഡോക്ടർ ഇറങ്ങി വരുവാണ്. ഡോക്ടർ ഇറങ്ങി വന്നപ്പോഴത്തേനും സച്ചി അങ്ങോട്ട് ഓടി വന്നു. എന്തായി ഡോക്ടർ കാര്യങ്ങൾ? സർജറി ഒക്കെ സക്സസ് ആയിരുന്നു, കുഴപ്പമൊന്നുമില്ല. ഇനി കുറേ സമയം കഴിയുമ്പോഴത്തേനും വാർഡിലേക്ക് മാറ്റാന്ന് റൂമിലേക്ക് മാറ്റാന്നൊക്കെ പറയണം. അങ്ങനെ അതെല്ലാം പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ട് പോവാണ്. അത് കേട്ടപ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം സച്ചിക്ക് തോന്നി. ഇനിയിപ്പോൾ രക്ഷപ്പെട്ടു, കുഴപ്പമൊന്നുമില്ല അങ്ങനെ ഓർക്കണം. അങ്ങനെ കുറേ സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും അങ്ങനെ രവീന്ദ്രനെ വാർഡിലേക്കല്ല റൂമിലേക്ക് അങ്ങോട്ട് മാറ്റുക. അവരെല്ലാം മറ്റൊരു ക്ഷേത്രത്തിലായിരുന്നു. സച്ചിയും സുധിയും ഉണ്ടായിരുന്നുള്ളൂ. രവീന്ദ്രനെ കണ്ടു കഴിഞ്ഞത്തിന് സച്ചിക്ക് എന്തെങ്കിലും സന്തോഷം. പക്ഷെ ബോധമൊന്നും വന്നിട്ടില്ലായിരുന്നില്ല, മയക്കത്തിലായിരുന്നു. മയക്കം വിട്ട് ഉണർന്നിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവരങ്ങനെ നിൽക്കുന്ന സമയത്താണ് ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞത്, അതേ ഒരാൾ ഡോക്ടർ വിളിക്കുന്നെന്ന് പറയണം. അപ്പൊ സച്ചിയോട് അശോകൻ പറഞ്ഞൊരു കാര്യം ചെയ്യുക, നീ ചെല്ലാൻ പറയണം. സച്ചി അങ്ങോട്ട് പോയി. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു നേഴ്സ് വന്നിട്ട് ഒരു ബില്ല് കൊടുത്തിട്ട് പറഞ്ഞു, അതെ ഈ ബില്ലൊന്ന് അടയ്ക്കണമെന്ന് പറയാണ്. ബില്ല് വാങ്ങിച്ചുകൊണ്ട് സുധി അങ്ങോട്ട് പോയി. അശോകൻ മാത്രം ആ സമയത്ത് രേവതി കണ്ട് രണ്ടുപേരും പുറത്തു വന്ന്. അശോകൻ മാത്രം അവിടെ ഉള്ളതെന്ന് മനസ്സിലായി. രേവതി പെട്ടെന്ന് അശോകനെ വിളിക്കുകയാണ്. പിന്നീട് ചോദിച്ചു, അച്ഛൻ എങ്ങനെയുണ്ടെന്ന് ചോദിക്കുക. കുഴപ്പമൊന്നുമില്ല മോളെ, സുഖമായിട്ടിരിക്കുന്നു. അതെ എനിക്ക് അച്ഛനെ ഒന്ന് കാണണമെന്ന് പറയാം, ഞാൻ ഹോസ്പിറ്റലുണ്ടെന്ന് പറയണം. ഹോസ്പിറ്റലുണ്ടോ? അതേന്ന് പറയണം. അല്ല ഇവിടെ ആരെങ്കിലും ഉണ്ടോയെന്ന് ചോദിക്കുക. ഇപ്പം ഇവിടെ ആരും ഇല്ല മോളെ എന്ന് പറയണം. പിന്നീട് അശോകൻ നേരെ ഐസിന്റെ വെളിയിലേക്ക് ഇറങ്ങി വരിക. അപ്പം രേവതി അങ്ങോട്ട് ഓടിച്ചെന്നു. അങ്കളെ എനിക്ക് അച്ഛനെ ഒന്ന് കാണണമെന്ന് പറയാം. മോളെ അറിയാലോ, അവരാരെങ്കിലും അറിഞ്ഞ പിന്നെ അതോടുകൂടി തീർന്നു. മോൾ എന്ത് പരിപാടിയെ കാണിച്ചേ? ശ്രീകാന്തിന്റെ വർഷയുടെ കല്യാണം നടത്തിയത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല കേട്ടോ മോളെന്ന് പറയാം. അതൊക്കെ അങ്ങനെ സംഭവിച്ചു പോയി അങ്കളെ. അത് ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ച കാര്യമില്ല. അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചല്ല, ഞാൻ മനഃപൂർവ്വം ചെയ്തൊന്നുമല്ല. എനിക്കറിയാം മോൾ ഒരിക്കലും ആ കുടുംബത്തിന് വേണ്ടി ഒരു ദ്രോഹം ചെയ്യത്തില്ലെന്ന്. പക്ഷേങ്കിൽ ഇത് എങ്ങനെ സംഭവിച്ചെന്ന് പോലും എനിക്ക് അറിയത്തില്ലാത്ത. സാരമില്ല മോളിനെ അതേക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കേണ്ടെന്ന് പറയണം. എനിക്ക് അച്ഛനെ ഒന്ന് കയറി കണ്ടാലോ മോളെ, ആരെങ്കിലും വന്ന പ്രശ്നവും അതൊന്നും സാരമില്ല, ഞാനൊന്ന് കണ്ടിട്ട് ഒരു നിമിഷം ഒന്ന് കണ്ടിട്ട് ഇറങ്ങിക്കൊള്ളാന്ന് പറയണം. മോൾക്കറിയാലോ ഇപ്പൊ തന്നെ ഇവിടെ ശ്രീകാന്ത് വന്ന് വല്ലാത്ത പ്രശ്നം ഉണ്ടാക്കിയിട്ട് പോയേക്കുന്നത്. എന്നിട്ട് പോലും കാണാൻ സംഭവിച്ചില്ല. ഇനിയിപ്പോൾ മോൾ അതിൻ്റെ അകത്ത് കയറിയിട്ടുണ്ടെങ്കിൽ എന്നോട് നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടാ സുധി എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിയേക്കെന്ന് പറയണം. സാരമില്ല, ഒരു കാര്യം ചെയ്യാം, ഞാൻ അകത്ത് കയറുന്ന സമയത്ത് അവരാരെങ്കിലും പുറത്ത് വരുവാണെങ്കിൽ എന്നെ ഒന്ന് ഫോണിൽ വിളിച്ചാൽ മതി എന്ന് പറയണം. ശരി മോൾ അപ്പം തന്നെ ഇറങ്ങിക്കോണമെന്ന് പറയാം. ശരിയെന്ന് പറയണം. അങ്ങനെ അശോകനെ വെളിയിൽ നിർത്തിയിട്ട് രേവതി അകത്തേക്ക് കയറി ചെല്ലുക. അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ രവീന്ദ്രൻ മയക്കത്തിലായിരുന്നു. രേവതി എന്നോട് ക്ഷമിക്കച്ചാ, ഞാൻ ഇങ്ങനെയൊന്നും വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. അച്ഛന് പെട്ടെന്ന് സുഖം പ്രാപിക്കും, എനിക്കറിയാം. ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ദേവിയോട് പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യണം, പെട്ടെന്ന് പേഴ്സിനകത്തുനിന്ന് ചരടെടുക്കുകയാണ്.
ചരട് എടുത്തിട്ട് രവീന്ദ്രന്റെ കയ്യിലേക്ക് കെട്ടി. എന്നിട്ട് ആ കൈ ആരും കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ആ ബെഡ്ഷീറ്റിന് അടിയിലേക്ക് എടുത്തു വെച്ചു. കാണെങ്കിൽ ആരെങ്കിലും വന്ന് പെട്ടെന്ന് കൈ ശ്രദ്ധിച്ചാൽ ഈ ചരട് എവിടെ നിന്ന് വന്നെന്ന് ചോദിക്കുമല്ലോ. അങ്ങനെ നിൽക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഫോണിലേക്ക് ഒരു കോള് വരുന്നേ. കാരണം അത് അശോകനായിരുന്നു. അശോകൻ വെളിയിൽ ഇങ്ങനെ നോക്കി നിൽക്കുക, ആരും വരുന്നുണ്ടെന്ന്. ആ സമയത്ത് അശോകൻ ആ കാഴ്ച കാണുന്നേ. അങ്ങോട്ടേക്ക് ചന്ദ്രമതി ശ്രുതിയും കൂടെ അങ്ങോട്ട് വരുന്നേ. ദൈവമേ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല, വല്ലാത്തൊരവസ്ഥയായിപ്പോയി. അവര് ഐസിയിലേക്കാണ് വരുന്നത്. അപ്പം ശ്രുതിയോട് ചന്ദ്രമതി ചോദിച്ചു, എങ്ങനെയുണ്ട് അച്ഛന്? കുഴപ്പമൊന്നുമില്ല, ഇപ്പം റൂമിലേക്ക് മാറ്റിയിട്ടുണ്ടെന്ന് പറയണം. അപ്പോഴാണ് ചന്ദ്രമതിക്ക് ഒരു സമാധാനമായത്. ഇനിയിപ്പോൾ പേടിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നാണ് ഡോക്ടർ പറഞ്ഞേ. നാളെ ആകുമ്പോഴത്തേനും ഡിസ്ചാർജ് ചെയ്യുമായിരിക്കും, നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ ഡിസ്ചാർജ് ചെയ്യുമായിരിക്കും, വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലമ്മേന്ന് പറയാണ്. ഇപ്പോഴൊരു സമാധാനമായത്. എന്നാൽ ഇപ്പൊ കയറി കാണാം. മുറി പോയി കാണാലെന്ന് ഓർത്ത് മുറിയിലേക്ക് വരുവാണ്. ആ സമയം രേവതി മുറിയില്ല. അശോകനോട് ദൈവമേ പെട്ടല്ലോ. ഫോൺ എടുത്ത് പെട്ടെന്ന് തന്നെ അശോകൻ വിളിക്കുവാണ്. അങ്ങനെ ഫോണിലേക്ക് നോക്കി കഴിഞ്ഞപ്പോൾ രേവതി അശോകൻ അങ്കിൾ വിളിക്കും, ദൈവമേ പ്രശ്നമായല്ലോ, ഇനിയിപ്പോൾ അവർ വന്നിട്ടാണെന്നത് കോൾ എടുക്കണം. മോളെ അവർ വരുന്നുണ്ടെന്ന് പറയാണ്. രേവതിക്ക് എന്ത് ചെയ്യണം, എങ്ങോട്ട് ഓടണം അറിയത്തില്ലാത്തൊരവസ്ഥ രേവതി നിൽക്കുകയാണ്. അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഇത് കൂടാതെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെ സച്ചിയുടെയും വരാൻ പോകുന്ന ദിവസത്തെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലിനകത്ത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. മറക്കാതെ എല്ലാവരും കയറി കാണണേ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു. നന്ദി.